കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. അവിടുത്തെ ദയ എന്നേക്കുമുള്ള ദേഹോഭക്തന്മാർ എല്ലാവരും പറയട്ടെ, ചെറിയവരും വലിയവരും ഒരുപോലെ പറയട്ടെ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. ധൈര്യത്തോടെ നമുക്ക് പറയാം, ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്നും നമുക്ക് സ്തോത്രം ചെയ്യാം. നോഹയെ ഓർത്ത ദൈവം, ഹന്നയെ ഓർത്ത ദൈവം, റാഹേലിനെ ഓർത്ത ദൈവം, യോസഫിനെയും ദൈവം ഓർത്തു. ഓർക്കേണ്ടവർ പലരും മറന്നുപോയപ്പോൾ ദൈവം ഓർത്തപ്പോൾ അവർ ചിന്തിച്ചതിൽ ഉപരിയായൊരു ദൈവപ്രവൃത്തി ദൈവം ആ ദേശത്ത് വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകലിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവിടുന്ന് നമ്മെ ഓർക്കുന്ന ദൈവമാണ്. മനുഷ്യൻ ഓർത്താൽ സഹോദരങ്ങളെ പരിധികളുണ്ട്, പരിമിതികളുണ്ടെന്നാൽ ദൈവമോർത്താൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പന്ഥാവിലൂടെ അവിടുന്ന് നമ്മെ നടത്തും. പാനപാത്രവാഹകൻ ഓർത്താൽ അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. മാത്രമല്ല, അവനേക്കാൾ താഴ്ന്ന പൊസിഷനിലേക്ക് അവൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ ദൈവമോർത്തപ്പോൾ ആ ദേശത്തെ അധികാരങ്ങളെക്കാൾ അവർക്കൂടെ ഓർഡർ ഇട്ട് കൊടുക്കത്തക്ക രീതിയിൽ ദൈവം യോസഫിനെ ഉയർത്തിയില്ലേ? കാരണം യോസഫ് ഫലപ്രദമായൊരു മുന്തിരിവള്ളി മതിലിൻ്റെ മീതെ പടരുന്നു. അകത്തും പുറത്തും ഒരുപോലെ ഫലം കൊടുക്കുന്നവനാണ് യോസഫ്. ആ യോസഫിനെ ഒതുക്കുവാൻ ഏതൊക്കെ ശക്തികൾ നോക്കിയെങ്കിലും അതിന്മേൽ ജയം ദൈവം നൽകിയില്ലേ? ഇന്ന് പകലിലും നമ്മുടെ സ്വപ്നം എന്താകും, വെളിപ്പാട് എന്താകും, ദർശനം എന്താകും, ദൈവം പറഞ്ഞ വ്യക്തിത്വങ്ങൾ നിവർത്തീകരിക്കുമോ? അത് കാണട്ടെ എന്ന് പറഞ്ഞൊരു വലിയ സമൂഹം നമുക്കെതിരെ നിൽക്കുമ്പോൾ ദൈവമോർത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവമോർത്താൽ ഇതുവരെ ഇല്ലാത്ത ചില ദൈവപ്രവൃത്തികൾ നമുക്ക് വേണ്ടി അവിടുന്ന് വെളിപ്പെടുത്തും. കർത്താവ് നമ്മെ ഓർക്കുന്ന ദൈവമാണ്. സ്തോത്രം ചെയ്യാൻ എത്ര പേർ തയ്യാറുണ്ട്? ഒന്നുകൂടി പറയുന്നു, രക്തബന്ധങ്ങൾ ഓർത്തില്ലെങ്കിലും ചർച്ചക്കാരോർത്തില്ലെങ്കിലും നമ്മെ ഓർക്കേണ്ടവൻ ഓർക്കും. ആ കർത്താവ് മറന്നു പോകില്ല. ഒരു വ്യക്തിയെ പോലും കർത്താവ് മറക്കില്ല. സഹോദരങ്ങളെ, അവിടുത്തെ നാമത്തിന് വേണ്ടി നിങ്ങൾ നിന്നതും ഓടിയതും അധ്വാനിച്ചതും ചെയ്തതും മറ്റാർക്കും അറിയില്ലെങ്കിലും നെഹമ്യാവൊക്കെ പറഞ്ഞു ഉണർത്തിക്കുന്നത് പോലെ ദൈവമേ അത് ഓർക്കണമേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തതൊക്കെ ഓർക്കുന്ന ദൈവം. അതുകൊണ്ട് പ്രതിസന്ധി വരുമ്പോൾ തകരാൻ അവിടുന്ന് അനുവദിക്കില്ല. അതിൽ നിന്നൊക്കെ ജയം നൽകി ശക്തിയോടെ നമ്മളെ പുറത്തു കൊണ്ടുവരും. പകയ്ക്കുന്നവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരൊക്കെ കണ്ട് ലജ്ജിക്കാൻ, നന്മയ്ക്കായി ഒരടയാളം നൽകാൻ ഇന്നും എൻ്റെ കർത്താവ് വിശ്വസ്തൻ. അവിടുന്ന് മതിയായവൻ. തൻ്റെ സകല പ്രവൃത്തികളോടും അവിടുത്തേക്ക് കരുണ തോന്നുന്നു. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു, ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹോട് സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട്
അവരെ രക്ഷിക്കുന്ന ഒരു ദൈവം ഇന്നും നമ്മുടെ മധ്യേ ഉണ്ട്. രക്ഷിക്കുന്ന വീരനായി അവിടുന്ന് നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വളരെ സുപരിതമായൊരു വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 18-ാം വാക്യം. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. ശിംശോനെ പറ്റിയാണ് നമ്മൾ കേട്ടത്. ഫെലിസ്ത്യ ശക്തികളെ ഒരു കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് 1000 പേരെ സംഹരിച്ച് ജയഫേരി നിരക്കി മുൻപോട്ട് വന്ന ശിംശോൻ ലേഹിയിൽ വെച്ച് അങ്ങനെ ഒരു ജയം ലഭിച്ച് ശക്തനായി നിൽക്കുമ്പോഴാണ് ശിംശോൻ വളരെ ദാഹിച്ചു, കുഴഞ്ഞു വീഴുമെന്ന് ചിന്തിച്ചു. ഇപ്പോൾ താൻ നേടിയ ജയം അടുത്ത നിമിഷം ഇല്ലാതാകുമെന്നും കുഴഞ്ഞ് ശത്രുവിൻ്റെ കയ്യിൽ വീണ തൻ്റെ ആത്മീയ ജീവിതത്തിന് മാത്രമല്ല, അതുവരെ താൻ വെല്ലുവിളിച്ച ശക്തികൾ തൻ്റെ മേൽ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ ഫെലിസ്ത്യരുടെ കയ്യിൽ വീഴുമോ? ദാഹിച്ച് നാവുണങ്ങി ശരീരം തളർന്ന ബലം ക്ഷയിക്കപ്പെട്ടവനായി മാറും. ഇന്നലെ വരെ നൽകിയ വിജയം അപ്രസക്തമാകുമോ എന്ന് ചിന്തിച്ചപ്പോ, പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് തൻ്റെ ജനത്തെ നോക്കി പറയാനുള്ളത്, ഇന്നലകളിൽ ജയിച്ച, ഇന്നലകളിൽ മുന്നേറിയ, ഇന്നലകളിൽ നടന്ന, ഇന്നലകൾ ഓടിയ, സകലത്തെയും ധൈര്യത്തോടെ ഫേസ് ചെയ്ത ചില വ്യക്തിത്വങ്ങൾ ഇന്ന് ചില വിഷയങ്ങളെ കണ്ട ഇവിടം കൊണ്ട് തീരുമോ, ഇവിടം കൊണ്ട് അസ്തമിക്കുമോ, ദൈവപ്രവൃത്തി കാണില്ലേ, കഴിഞ്ഞ മിനിറ്റിൽ ജയിച്ച ഞങ്ങൾ ഇപ്പോൾ തലകുനിക്കപ്പെടുമോ, ചില ചോദ്യങ്ങൾക്ക് മറുപടി അറിയാൻ കഴിയാതെ ലജ്ജിക്കപ്പെടുമോ, തകർന്നു പോകുമോ എന്ന് ചിന്തിക്കുമ്പോൾ അടുത്ത ഭാഗം അതിൻ്റെ റിസൾട്ടാണ്. ചോദ്യശരങ്ങളുടെ നടുവിൽ നിന്ന് കുഴഞ്ഞു നിൽക്കുന്ന ചിലരോട് സമതല തെറ്റിപ്പോകുന്നത് പോലെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സകല പ്രതീക്ഷകളും അസ്തമിച്ച് പ്രത്യാശയ്ക്ക് ഭംഗം വന്ന ചിലരോട് ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്, ശിംശോൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ, മരിച്ചു വീഴുമോ എന്ന് ചോദിച്ചപ്പോൾ, തീർന്നോ എന്ന് ചോദിച്ചപ്പോൾ, മഹാജയം നൽകിയത് അതിൻ്റെ ശക്തി എവിടെ, അത് നീണ്ടു നിൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ നടുവിൽ, സങ്കടത്തിൻ്റെ നടുവിൽ, ലജ്ജിക്കപ്പെടുമെന്ന് പറയുന്നതിൻ്റെ നടുവിൽ ചൈതന്യം വരുത്തുന്ന ചില ന്യൂസുകൾ, ആ ലേഹിയിലെ വെള്ളം കുടിച്ച് ചൈതന്യം വന്ന് താൻ വീണ്ടും ജീവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രതീക്ഷ ഇനിയുമില്ല എന്ന് പറയുന്ന ഇടത്ത് ഇതാ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ചൈതന്യം വരുന്ന, ശക്തി പകരുന്ന, ഉല്ലാസം പകരുന്ന, ഇന്നലകളിൽ ജയിച്ച ഇടത്ത് നിന്നെ തകർത്ത് കളയുന്ന ഒരു ദൈവമല്ല,
ശത്രുവിന് ചർച്ച ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല നിങ്ങൾ സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് പകൽ തൻ്റെ ജനം തിരിച്ചറിഞ്ഞിട്ട് പറ. ഞങ്ങൾ ചൈതന്യം പ്രാപിക്കും, ഞങ്ങൾ വീണ്ടും എഴുന്നേൽക്കും, ഞങ്ങൾ വീണ്ടും ജീവിക്കും, ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ നടക്കും. ഒരു ശക്തിക്കും ഞങ്ങളെ ജയിക്കാൻ കഴിയില്ല. അപ്പോൾ നിരാശയുടെ നീർച്ചൊഴിയിലേക്ക് വന്നപ്പോൾ എല്ലാ പ്രതീക്ഷകൾക്കും മങ്ങലേറ്റപ്പോൾ ദൈവം അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. കുഞ്ഞിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്ന അഭിഷക്ത നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കാര്യം അവിടെ ഇറങ്ങുക. മഹാജയം നൽകിയ ദൈവം മാറിപ്പോകുന്നവനല്ല. ജയം നൽകിയ ദൈവം മറന്നു പോകുന്നവനല്ല. മഹാജയം നൽകിയ ദൈവൻ നിങ്ങളുടെ നിർണായക ഘട്ടത്തിൽ തള്ളിക്കളയത്തില്ല. നിങ്ങൾക്ക് വീണ്ടും ചൈതന്യം വരുത്താൻ പോകുക, ശക്തി പകരാൻ പോകുക, ആത്മാവിൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ പോകുക, ബലത്തോടെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുവരാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. ഇവിടെ വചനത്തിനായി സ്തോത്രം. ഇവിടെ ആത്മാവിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എഴുന്നേറ്റ് വന്ന് വീര്യം പ്രവർത്തിച്ച് ദേശത്ത് ഞങ്ങളെ ചൈതന്യം നൽകി, ശക്തി നൽകി, നിയോഗം നൽകി, അധികാരം നൽകി മുൻപോട്ട് നയിക്കുന്നതിനായി സ്തോത്രം. ഈ ബലത്തോടെ അവിടെ ഞങ്ങളെ കൊണ്ടുവരുന്നതിന് സ്തോത്രം. ശക്തിക്കായി ഞങ്ങളുടെ മഹത്വത്തിനായി സ്തോത്രം. സകല ബഹുമാനവും പുകഴ്ചകളും അവിടുത്തെ പാദപീഠത്തിൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ചോദ്യങ്ങളുടെ നടുവിൽ ഒരു ജയം, ഒരു ചൈതന്യം, ആത്മാവിൻ്റെ വലിയ അധികാരം ദൈവം വീണ്ടും നിങ്ങൾക്ക് നൽകും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്പിക്കുന്നു.